ലോകാവസാനമെന്ന ഈ പ്രപഞ്ചത്തിന് അനിവാര്യമായ തകർച്ചയുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ അനിഷേധ്യമായ പരമമായ സത്യങ്ങളെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ടോ, ആ വരച്ചു കാണിച്ച ലോകാവസാനം എന്ന അനിവാര്യമായ ദുരന്തം വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, പെട്ടെന്നൊരു നിമിഷം ആകസ്മികമായി സംഭവിക്കുന്നതല്ല, പിന്നെയോ ഫഖദ് ജാഅ അശ്റാതുഹാ. ആ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഓരോന്നായി നിങ്ങളുടെ കൺമുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ട് തസ്ബീഹുമാലയുടെ മുത്തുമണികൾ ക്രമീകരിക്കപ്പെട്ടതുപോലെ ഒന്നിന് പിറകെ ഒന്നായി ഒന്നായി ഓരോന്നോരോന്നായി നിങ്ങളുടെ കൺമുമ്പിലൂടെ കടന്നുപോയി അവസാനം ഇതെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് തകരുന്നൊരു തകർച്ചയാണ് ലോകാവസാനം. അതുകൊണ്ട് ഫഖദ് ജാഅ അതിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങളുടെ പ്രത്യക്ഷ രൂപങ്ങൾ നിങ്ങളുടെ കൺമുമ്പിലൂടെ ഓരോന്നോരോന്നായി കടന്നുപോയിട്ടുണ്ട്. എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല? എന്തേ അനിവാര്യമായ മാനവ സമൂഹം തീർച്ചയായും പ്രതീക്ഷിക്കേണ്ട അനിവാര്യമായ ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവാത്തതെന്തേ? അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാവാത്തതെന്തേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ലോകാവസാനത്തിന്റെ ഓരോരോ അടയാളങ്ങൾ നാം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കവേ ഇനി പറയാത്തത് ഏതാണ് പറയാനുള്ളത്? ഇനി ആ പറയാത്ത പ്രവചിക്കാത്ത ഏതാണ് ഇനി പറയപ്പെടാനുള്ളത്? ഞാനൊന്ന് പരതി നോക്കുമ്പോ ആ സമയത്തൊക്കെ എന്റെ മനസ്സിലോട്ട് കടന്നു വന്ന ലോകാവസാനം കണ്ടതും കേട്ടതും കേൾക്കേണ്ടതും എന്ന് പറയുമ്പോ അത് 3 ഭാഗമാണ്. ആദ്യം നാം ഇന്ന് കൺമുമ്പിൽ കാണുന്നതാണ് പറയേണ്ടത്. ലോകാവസാനം കണ്ടതും കേട്ടതും കേൾക്കേണ്ടതും എന്താണ് നാം കാണുക? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊരു ആമുഖത്തിന് ആവർത്തന വിരസതയിലോട്ട് കടന്നു പോകുന്നില്ല. ആകാശ ലോകത്തിലേക്ക് ചെട്ടിത്തെറിച്ചു നിൽക്കുന്ന, ആകാശലോകത്ത് കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യനൊരു പതനമുണ്ടെന്ന് ആ സൂര്യന്റെ ശോണിമയ്ക്ക് ശേഷം കടന്നു വരുന്ന നീലത്തീല നിലാവുകൾക്ക് ഏതോ ഒരു ദിവസം അവസാനമുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞതുപോലെ അല്ലാഹു തന്നെ പറയുകയാ, ഈ അഖിലലോക ബ്രഹ്മാണ്ഡ ഗതാഗതത്തെക്കാൾ വിശാലമായ സൂര്യന്റെ തകർച്ചയുടെ കാരണക്കാരനാരാ? ആ കാരണക്കാരൻ മറ്റാരുമല്ല. അല്ലാഹു ചോദിക്കുകയാണ്, ഈ സംവിധാനിച്ച ഞാൻ തന്നെയല്ലേ ഇതിന്റെ അവസാനവും നിർണ്ണയിക്കേണ്ടത്? അമ്മൻ ജഅലൽ അർള ഖിറാറൻ വജഅല ഖിലാലഹാ നഹാറാ. അമ്മൻ ജഅലൽ അർള ഖറാറാ. ഈ തുള്ളിച്ചാടുന്ന ഭൂമിയെ നിശ്ചലമാക്കി നിങ്ങളുടെ സുന്ദരമായ സ്വൈര താമസത്തിന് ആഗ്രഹമാം വിധം രൂപീകരിച്ചതെന്ന് ഞാനല്ലയോ? വജഅല ഖിലാലഹാ നഹാറാ. ഈ ഭൂമിയുടെ ഇടയിലുള്ള മണ്ണുകൾക്കിടയിലൂടെ നീർച്ചാലുകൾ ഒരുക്കി തന്നത് ഞാനല്ലയോ? ഈ നീർച്ചാലുകളുടെ ഇടയിലൂടെ അതിന്റെ ഉള്ളിലൂടെ സസ്യങ്ങളെ മൊട്ടി മുളപ്പിച്ചതും ഞാനല്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്, ഈ സസ്യങ്ങളെ മുളപ്പിച്ചതാരാ? മകാനലക്കുമ്മന് തുമ്പിത്തൂ ശതറഹാ. ഈ മണ്ണിന്റെ മുകളിൽ പച്ചക്കളറിലൊരു സസ്യത്തിന്റെ ഇല പോലും മുളപ്പിക്കാൻ കഴിയാത്ത മാനവ, മുളപ്പിച്ചവൻ തന്നെ അവസാനിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ചുരുട്ടിക്കെട്ടിയിട്ട് നിന്നെ മുമ്പിൽ അവസാനിപ്പിക്കുന്ന ഒരു ദുരന്തത്തിന്റെ പേരാണ് ലോകാവസാനം എന്ന് പറയപ്പെടുക. സൂര്യന്റെ പ്രകാശം അസ്തമിച്ചു പോകുന്ന, ചന്ദ്രഗോളങ്ങളെ താഴോട്ട് വീഴുന്ന, ഇതാ സിൽസിലത്തിൽ അറുളു അസ്ലസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها.
ഈ ഭൂമി കിടുകിടാവിറക്കപ്പെടുന്ന കാലം പ്രകമ്പനം കൊള്ളുന്ന സംഹാര താണ്ഡവമാറുന്ന ഒരു നിദ്രയെ പോലെ ഈ ഭൂമി നിങ്ങളെ കിടുകിടാവിറപ്പിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ടല്ലോ. ആ ഭൂമി കിടന്ന് കലിതുള്ളുന്നത് കണ്ടിട്ട് വകാലൽ ഇൻസാനു മാലഹാ, മനുഷ്യന് ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി എന്ന് നൂറ്റാണ്ടുകളായി ഭൂമിയുടെ മുകളിൽ നിവസിക്കുകയും ആവസിക്കുകയും ചെയ്യുന്ന മനുഷ്യലോകം ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി എന്ന് അവൻ സ്വയം പരിതപിക്കുന്നൊരവസ്ഥ വരാതെ ഈ ലോകം അവസാനിക്കുകയില്ല. എന്നാണ് ഈ ഭൂമി കരുതുള്ളുന്നത്, എന്നാണ് ഈ ഭൂമി ഇങ്ങനെ വല്ലാതെ വിറക്കുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ